ഇറാൻ US സംഘർഷം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതിനിടയിൽ മൂന്നാം ഘട്ട ചർച്ചയും പൊളിഞ്ഞതോടുകൂടി തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് പോയാൽ ലോകം മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നതിലും സംശയമില്ല. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ തുറന്നൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി ഇപ്പോൾ രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതായി തന്നെ ഇപ്പോൾ വ്യക്തമായ സൂചനകളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ US വിഷയത്തിൽ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി അടക്കം കാര്യങ്ങൾ, അതായത് ഈ ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ട് എന്ന് തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് മധ്യസ്ഥത വഹിച്ച ഒമാനും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും പറയുന്നുണ്ടെങ്കിലും, ഇത്തരത്തിൽ എല്ലാം സമവാക്യത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇവിടെ ഓഹരി വിപണിയുടെ അടക്കം ആശങ്കകൾ ഒരിക്കൽ പോലും മാറിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ആണവ പരീക്ഷണം അടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തവനാണ്, അല്ലെങ്കിൽ അത്തരമൊരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതോടെ തന്നെ തുടക്കത്തിൽ കുതിച്ച സ്വർണ്ണവില പോലും ആ ലാഭമെടുക്കുന്ന വേളയിൽ പോലും വീണ്ടും ഇടിഞ്ഞ് വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് പോയതായും ഇപ്പോൾ ഇത്തരത്തിലൊരു ഓഹരി വിപണിയിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മധ്യേഷ്യയിൽ USഉം ഇറാനും നടത്തുന്ന സേനാ വിന്യാസമാണ് വിപണിയുടെ ആശങ്കയ്ക്ക് കാരണമാകുന്നതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇരു വിഭാഗവും തമ്മിലുള്ള ചർച്ചകൾ അടുത്തയാഴ്ച വീണ്ടും നടക്കുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം US ആകട്ടെ വീണ്ടും തീരുവ സമ്മർദ്ദം ശക്തമാക്കിയത് രാജ്യാന്തര തലത്തിൽ വ്യാപാര അനിശ്ചിതത്വത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ഇക്കുറി തീരുവയാകട്ടെ 15% ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിടുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യാപാര പ്രതിനിധികൾ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ 15% തീരുവ പ്രഖ്യാപിച്ചതെങ്കിലും 10% മാത്രമാണ് നടപ്പിലാക്കിയത്. അതേസമയം ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം US ഇറാൻ സംഘർഷം ഒഴിവാക്കാനായി തന്നെ കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ തുടങ്ങിയ ആണവ ചർച്ചയിൽ പുരോഗതി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളിൽ പുരോഗതിയുണ്ട് എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി തന്നെ വലിയൊരു സൂചന നൽകുകയും അത് വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കാൻ ആണവ പദ്ധതിയെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറാണ് എന്നും, എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം തുടരാൻ ആവശ്യമുണ്ട് എന്നതാണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നതായിരുന്നു ഇറാന്റെ പക്ഷം അവിടെ ഒരു പ്രസ്താവനയായി നടത്തിയത്. ഉപരോധങ്ങളോടെ നിശ്ചിത കാലയളവിലേക്ക് സമ്പുഷ്ടീകരണം അവിടെ നിർത്തിവെക്കുവാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യുന്നുണ്ട്. അതേസമയം ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെ നിയന്ത്രിക്കണമെന്ന US ആവശ്യം അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ല. ധാരണയിലെത്താൻ കഴിയാത്ത പക്ഷം ഒരു മൂന്നാം ചർച്ച വലിയ രീതിയിലാണ് ഇപ്പോൾ അത് വിജയത്തിലേക്ക് എത്താതെ തന്നെ മാറിപ്പോയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. അതേപോലെ ഇരു സംഘവും ജനീവയിൽ നിന്ന് മടങ്ങിയെത്തുകയും പല ഘട്ടങ്ങളിലായി തന്നെ മാരത്തോൺ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുമായി പൂർത്തിയായത് ഇതുവരെയുള്ള ഏറ്റവും ഫലപ്രദമായ ചർച്ചയാണ് എന്നതായിരുന്നു വീണ്ടും അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കിയത്. വലിയ പുരോഗതി ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അത്ര കണ്ട് പുരോഗതി ഇല്ല എന്നതാണ് മറ്റു പല മാധ്യമ റിപ്പോർട്ടുകളിലൂടെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം. ആണവ വിഷയത്തിലെ സാങ്കേതിക കാര്യങ്ങളാണ് ചർച്ചയിൽ ഉടനീളം തന്നെ എടുത്തു പറഞ്ഞതെന്നായിരുന്നു വീണ്ടും ഇവർ എടുത്തു സൂചിപ്പിച്ച മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.